എനിക്കാണെങ്കിൽ അയൺ കുറവായതുകൊണ്ട് ലുലു പോയ സമയത്ത് കുറച്ച് നെല്ലിക്ക എടുത്തു. അതവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അത് ഒരെണ്ണം കഴിച്ചല്ലാതെ ബാക്കിയെല്ലാം അവിടെ ഇരുന്ന് ചീത്തയാവാൻ തുടങ്ങിയപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നെല്ലിക്ക അച്ചാറിടുന്ന കാര്യം ഓർത്തത്. മൈൻഡ് മാറുന്നതിന് മുമ്പ് തന്നെ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുത്തു. നെല്ലിക്ക വേവിച്ചെടുത്തിട്ടാണ് അച്ചാറിടുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കണം. നെല്ലിക്കയുടെ തൊലിയെല്ലാം വിട്ട് വരുന്ന പരുവാകുമ്പോൾ തന്നെ നമ്മളതങ്ങ് കോരി മാറ്റി അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. അടുത്തായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണയെല്ലാം നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്ന ശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ പൊടിയെല്ലാം മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ വിനാഗിരി ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഈ അച്ചാറൊക്കെ കേടുകൂടാതെ നിൽക്കുന്നത്. പിന്നെ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ നെല്ലിക്ക ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി നേരമൊന്നും വെക്കേണ്ട കാര്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇത് ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിത് ഒത്തിരി നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ഒരു ഗ്ലാസ് ടിന്നിലോ എന്തെങ്കിലും എടുത്ത് നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.